ഹലോ ഓക്കെ ചേച്ചി, Node.js യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ ഇമെയിൽ സെൻഡിങ് ഇംപ്ലിമെന്റ് ചെയ്യാം? ഓക്കെ വെബ് ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് മെയിൽ സെൻഡിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ OTP ജനറേഷൻ, പാസ്വേഡ് റീസെറ്റ് എല്ലാത്തിലും നമുക്ക് മെയിൽ സെൻഡിങ് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. നമുക്ക് Node.js പല മോഡ്യൂൾസ് ഉണ്ട്. അതിൽ ഏറ്റവും ഈസിയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ്യൂളാണ് നോഡ് മെയിലർ മോഡ്യൂൾ. ഒരു തേർഡ് പാർട്ടി മോഡ്യൂളാണ് നോഡ് മെയിലർ. സോ വി ഹാവ് ടു ഇൻസ്റ്റോൾ ഇറ്റ്. നമുക്ക് നോഡ് മെയിലർ തന്നെ യൂസ് ചെയ്യണം എന്ന് പറയാൻ കാരണം അത് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മോഡ്യൂളാണ്. ഓൾസോ ഇറ്റ് സപ്പോർട്ട് നമുക്ക് പലതരത്തിലുള്ള ട്രാൻസ്പോർട്ട് മെത്തേഡ്സ് ലൈക്ക് SMTP, SCS, AWS അങ്ങനെ പല ട്രാൻസ്പോർട്ട് മെത്തേഡ്സ് അതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അറ്റാച്ച്മെന്റ്സ് ഒക്കെ ഭയങ്കര ഈസി ആയിട്ട് സെൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റ് ആൻഡ് HTML ഫയൽസ് എല്ലാം നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ നോഡ് മെയിലർ യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് Node.js ഇമെയിൽ സെൻഡിങ് ചെയ്യാൻ പറ്റും. നോഡ് മെയിലർ മോഡ്യൂൾ യൂസ് ചെയ്ത് എങ്ങനെ ഇമെയിൽ സെൻഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യമായി നമ്മൾ നോഡ് മെയിലർ മോഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യാനായി npm install node mailer എന്ന് പറഞ്ഞ് കമാൻഡ് പ്രോംപ്റ്റിലോ അല്ലെങ്കിൽ ടെർമിനലിലോ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക, JS ഫയൽ. അതിൽ നോഡ് മെയിലർ മോഡ്യൂളിനെ നമ്മൾ റിക്വയർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നോഡ് മെയിലറിനകത്ത് ട്രാൻസ്പോർട്ട് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൽ നമ്മൾ ക്രെഡൻഷ്യൽസ് ആയിട്ടുള്ള ഹോസ്റ്റ്, പോർട്ട്, സെക്യൂർ, ഓത്ത് ഇത്രയും ക്രെഡൻഷ്യൽസ് ആണ് നമ്മളവിടെ പാസ് ചെയ്യേണ്ടത്. ഹോസ്റ്റിൽ നമ്മൾ ഏത് സെർവറാണ്, മീൻസ് ജിമെയിൽ വഴിയാണ് നമ്മൾ മെയിൽ സെൻഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ ജിമെയിൽ വഴി സെൻഡ് ചെയ്യുന്ന കോൺഫിഗറേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ smtp.gmail.com എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ബൈ ഡിഫോൾട്ട് പോർട്ട് 587 ആണ്. ദെൻ ഓത്ത് എന്ന് പറഞ്ഞാൽ ആരുടെ മെയിലിൽ നിന്നാണോ മെയിൽ സെൻഡ് ചെയ്യുന്നത് അവരുടെ യൂസർ നെയിമും ആ അക്കൗണ്ടിൽ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ള ആപ്പ് പാസ്വേഡുമാണ് ഇവിടെ നമ്മൾ ലിങ്ക് ചെയ്യേണ്ടത്. ദെൻ അടുത്തതായി നമ്മൾ മെയിൽ ഓപ്ഷൻ സെറ്റ് ചെയ്യുകയാണ്. അതിൽ ആരുടെ മെയിലിൽ നിന്നാണ് മെയിൽ സെൻഡ് ചെയ്യുന്നത്, ആർക്കാണ് മെയിൽ സെൻഡ് ചെയ്യുന്നത്, ദെൻ സബ്ജക്റ്റ്, ടെക്സ്റ്റ്, അറ്റാച്ച്മെൻറ്റ്സ് ഇത്രയും ഡീറ്റെയിൽസ് നമ്മളിവിടെ കൊടുക്കണം. അതിനുശേഷം നമ്മൾ transporter.send mail എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് മെയിൽ സെൻഡ് ചെയ്യുന്നു. അതിൽ എററും റെസ്പോൺസും പ്രിന്റ് ചെയ്യിപ്പിക്കാനുള്ള കോൾ ബാക്ക് ഫംഗ്ഷൻസും കൊടുക്കുക. ഇത്രയും വളരെ ചുരുക്കം കോഡ് കൊണ്ട് നമുക്ക് Node.js ഇമെയിൽ സെൻഡ് ചെയ്യാൻ പറ്റും യൂസിങ് നോഡ് മെയിലർ. ഫോർ മോർ ടെക് റിലേറ്റഡ് വീഡിയോസ് ഫോളോ സ്കോപ്പ് ഇന്ത്യ.